श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम. ശ്രീരാമന് വേണ്ടി കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടെങ്കിലും സീതാദേവിക്ക് വേണ്ടി ഒരു ക്ഷേത്രമുള്ളത് വയനാട്ടിലെ പുൽപ്പള്ളിയിലാണ്. സീതാദേവിയും മക്കളായ ലവനും കുശനും ഒരുമിച്ചുള്ള ഏക ക്ഷേത്രവുമാണ് വയനാട്ടിലെ പുൽപ്പള്ളിയിലെ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. കേരളത്തിൽ ഒട്ടേറെ ശ്രീരാമ ക്ഷേത്രങ്ങളുണ്ടെങ്കിലും സീതാദേവിയുടെ ക്ഷേത്രങ്ങൾ വിരളമാണ്. വയനാട് ജില്ലയിൽ പുൽപ്പള്ളി പഞ്ചായത്തിലെ പുരാതനമായ ക്ഷേത്രമാണ് സീതാദേവി ലവകുശ ക്ഷേത്രം. കേരളത്തിൽ സീതാദേവിയും ലവകുശന്മാരും പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. രാമായണ മഹാകാവ്യവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സ്ഥലങ്ങൾ പുൽപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലുമുണ്ട്. രാമനാൽ പരിത്യജിക്കപ്പെട്ടതു മുതൽ ഭൂമിയിൽ അന്തർധാനം ചെയ്തതുവരെയുള്ള സീതാദേവിയുടെ കഥകൾ ഈ മണ്ണിൽ ഉറങ്ങുന്നു. പുൽപ്പള്ളി എന്നുള്ളത് വയനാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ പുൽപ്പള്ളി അമ്മയുടെ മണ്ണ്. ഞങ്ങളെയൊക്കെ മണ്ണെന്ന് പറയുന്നത് പുൽപ്പള്ളി സീതാദേവി അമ്മയുടെ മണ്ണായിട്ടാണ് കണക്കാക്കുന്നത് ഈ പ്രദേശം മുഴുവനായിട്ട്. പണ്ട് അയോധ്യയിൽ നിന്നും വനവാസ കാലം കഴിഞ്ഞതിന് ശേഷം അയോധ്യ തിരിച്ചെത്തിയ ശേഷം പട്ടാഭിഷേകം കഴിഞ്ഞ് ചെറിയ ഒരു സംശയത്തിൻ്റെ പേരിൽ സീതാദേവിയെ കാട്ടിൽ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ കൊണ്ടുവിട്ട ഒരു സ്ഥലമാണ് പുൽപ്പള്ളി എന്നുള്ളതാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട സീതാദേവി ഇവിടെ പുൽപ്പള്ളിയിൽ എത്തിച്ചേരുകയും ഇവിടെ തൊട്ടടുത്ത ആശ്രമക്കൊല്ലി എന്നുള്ള ഒരു സ്ഥലത്ത് വന്ന് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ താമസിക്കുകയും അവിടെ നിന്ന് ലവകുശന്മാർക്ക് ജന്മം നൽകുകയും ചെയ്ത പുണ്യമായ ഒരു സ്ഥലമാണ് നമ്മുടെ പുൽപ്പള്ളി എന്നറിയപ്പെടുന്നത്. പുല്ലിൽ ലവകുശന്മാർ പള്ളി കൊണ്ടതുകൊണ്ട് പുൽപ്പള്ളി എന്നുള്ള നാമവും ഇതിലേക്ക് പ്രസിദ്ധമാണ് എന്നുള്ളതാണ്. ഈ പ്രദേശത്ത് അമ്മയുടേതായുള്ള 24,000 ഏക്കർ മണ്ണിൽ തന്നെയാണ് ഇവിടെ ഈ പ്രദേശം മുഴുവനായിട്ടും സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നതും കുടിയേറ്റ മേഖലയായി പിന്നീട് വന്ന് ഇവിടെ ജനവാസ മേഖലയായത്. ഏത് നാനാജാതി മതസ്ഥർക്കും ഇവിടെ എത്തിച്ചേരുന്ന ഒരു പുണ്യസ്ഥലം കൂടെ തന്നെയാണ് ഈ പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും കൂടുതലും രാമായണ മാസമായാലും അന്തർദേശീയ രാമായണ പഠന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ ഒരുപാട് പരിപാടികൾ ഈ രാമായണ മാസകാലങ്ങളിലൊക്കെ അനുഷ്ഠിച്ചു വരുന്നുമുണ്ട് നമ്മുടെ ഈ മണ്ണിൽ വെച്ചുകൊണ്ട്. ലവകുശന്മാരുടെ ഒരു മണ്ണ് എന്ന നിലയ്ക്ക് ഇവിടെ കളിച്ചു വളർന്ന ഈ പുണ്യപ്രധാനമായ സ്ഥലങ്ങളാണ് ഈ പ്രദേശത്തോട് ഈ ക്ഷേത്രവും ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന ആശ്രമക്കൊല്ലി. അതുപോലെ അമ്മ മണ്ണിൽ മറഞ്ഞ വീണ്ടും തിരിച്ച് അശ്വമേധയാഗം നടത്തിയ ശ്രീരാമസ്വാമി വീണ്ടും ലവകുശന്മാരെ കാണുവാനുണ്ടായ സാഹചര്യവും ഇവിടെ തന്നെയാണ്. അതേപോലെ തന്നെ സീതാദേവിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി വീണ്ടും തിരിച്ചു വിളിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന സ്ഥലവും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന പുൽപ്പള്ളിയുടെ താഴെങ്ങാടി ഉള്ള ചേടാറ്റിൻകാവിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. അവിടെ വെച്ചാണ് അമ്മയുടെ വീണ്ടും ഒരു പാതിവ്യത്വം തെളിയിക്കുക എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്ന വന്നപ്പം അമ്മ ഭൂമിദേവിയെ വിളിച്ചുകൊണ്ട് അമ്മ മണ്ണിലേക്ക് മറഞ്ഞ സ്ഥലവും നമ്മുടെ ഈ പുണ്യപ്രധാനമായ ഈ പുൽപ്പള്ളി തന്നെയാണ്. അത് പ്രസിദ്ധമായ തൊട്ടടുത്തുള്ള ജഡേറ്റുകാവ് ക്ഷേത്രം എന്ന് പറയുന്നത് അത്ര പ്രസിദ്ധമാണ്. ഇന്ന് ചേടാറ്റിൻകാവ് എന്ന നാമത്തിലാണ് അതറിയപ്പെടുന്നത്. പുൽപ്പള്ളി പട്ടണത്തിൽ തന്നെയാണ് മൂലക്ഷേത്രമായി കരുതപ്പെടുന്ന ചേടാറ്റിൻകാവും സ്ഥിതി ചെയ്യുന്നത്. സീതാദേവി ക്ഷേത്രത്തിൽ 3 തട്ടുകളായുള്ള ശ്രീകോവിലിൽ മാലയും പട്ടുകളും അണിഞ്ഞാണ് ദേവിയുടെ വിഗ്രഹം. കിഴക്കോട്ട് ദർശനം നൽകിയാണ് സീതാദേവിയുടെ ശ്രീകോവിൽ. ശംഖും ചക്രവുമേന്തിയ ദേവിയാണ് പ്രതിഷ്ഠ. ശ്രീകോവിലിന്റെ പടിഞ്ഞാറ് ദർശനമായി ലവകുശന്മാരെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മുനികുമാരന്മാരായ ഇവർക്ക് മുരിക്കന്മാർ എന്ന പേരിലാണ് പൂജകൾ ചെയ്യുന്നത്. ലവകുശന്മാർക്കുള്ള അപ്പം നിവേദ്യമാണ് ക്ഷേത്രത്തിലെ മുഖ്യ വഴിപാട്. ലവകുശന്മാർക്കു നേരെ മുന്നിലായി കിഴക്കോട്ട് ദർശനമായി കിരാത ശിവന്റെ പ്രതിഷ്ഠയുമുണ്ട്. തലച്ചിൽ ശിവനെ വണങ്ങിക്കഴിഞ്ഞ് പടിഞ്ഞാറ് ഭാഗത്ത് ഉപദേവതകളായ അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, വേട്ടക്കാരൻ, ഗണപതി ഈ പ്രതിഷ്ഠകളെയും തൊഴണം.
വടക്കുഭാഗത്തെ നാഗപ്രതിഷ്ഠ കൂടി തൊഴുതാൽ സീതാ ലവകുശ ക്ഷേത്രത്തിലെ ദർശനം പൂർത്തിയായി. ജനുവരിയിലാണ് ക്ഷേത്രോത്സവം നടക്കുന്നത്. രാമായണ കഥകളുമായി കെട്ടുപിണഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ് പുൽപ്പള്ളി. രാമായണ മാസം ആയതോടു കൂടിയിട്ട് സീതാദേവിയുടെ അനുഗ്രഹം തേടി ഇതര സംസ്ഥാനത്തു നിന്ന് പോലും ധാരാളം ആളുകളാണ് പുൽപ്പള്ളിയിലേക്ക് വന്നെത്തുന്നത്.